നമ്മുടെ രാജ്യത്തിൽ ഏത് വിഷയമുണ്ടായാലും ഇടപെടുന്ന രാഹുൽ ഗാന്ധിയും പാർട്ടി പാർട്ടിക്കാരും ധ്രുവ് റാഠിയും ഒന്നും ഇത് കണ്ടില്ല എന്ന് നടിക്കുകയാണോ എന്ന് തോന്നിപ്പോവും. സംഭവം നമ്മുടെ രാജ്യത്ത് വെള്ളത്തിനായി ഒരു സംസ്ഥാനം കേഴുകയാണ്. ഇനിയിപ്പോൾ നരേന്ദ്രമോദി അവരെ മുഴുവൻ ഏറ്റെടുത്ത് നരേന്ദ്രമോദി വെള്ളം കൊടുക്കണമായിരിക്കും. പിന്നെ എന്തിനാണ് ഒരു സംസ്ഥാന സർക്കാർ? ഭരണം പിരിച്ചുവിട്ടിട്ട് നരേന്ദ്രമോദി ഭരിക്കട്ടെ, BJP ഭരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കുറ്റം പറയാം. അതായത് ഒരു സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസോ മറ്റേതെങ്കിലും പാർട്ടിയാണെങ്കിലോ ആ സംസ്ഥാനത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണക്കാരൻ നരേന്ദ്രമോദിയാണ്. അതേസമയം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന് കാരണക്കാർ സ്വാഭാവികമായിട്ടും BJPയുമാണ്. ഇതെന്തൊരു ഭരണമാണ്, അല്ലെങ്കിൽ ഇതെന്തൊരു വാദമാണ് എന്നൊക്കെ ഓർത്ത് നമുക്ക് മൂക്കത്ത് വിരൽ വയ്ക്കാമെന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ ഹൈദരാബാദിൽ വെള്ളം കിട്ടുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. വർദ്ധിച്ചു വരുന്ന താപനില, ഭൂഗർഭ ജലനിരപ്പ് കുറയൽ, കാലതാമസം നേരിടുന്ന മൺസൂൺ എന്നിവ ഹൈദരാബാദിൽ സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ ജലപ്രതിസന്ധിയിലേക്കാണ് ഇതിനെ കൊണ്ടുപോയിരിക്കുന്നത്. നഗരത്തിലെ പല പ്രദേശങ്ങളിലും ജലവിതരണത്തിലെ ക്രമക്കേടുകൾ കാരണം പൗരന്മാർ കടുത്ത ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണ്. ഈ ക്രമക്കേട് വരുത്തുന്നത് ആരാണ്? അവിടെ ഭരിക്കുന്ന സർക്കാരാണ്. എവിടെയാണ്? ഹൈദരാബാദ്. തെലങ്കാനയിലാണ് ഹൈദരാബാദ്. ഈ ഹൈദരാബാദിൽ വലിയ രീതിയിലുള്ള പ്രശ്നം വരുത്താനുള്ള കാരണം എന്താണ്? കോൺഗ്രസ് സർക്കാരാണ് എന്ന് പറയാനുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടോ? എന്തായാലും ഇത് ധാരാളം ആളുകളെ സ്വകാര്യ സർക്കാർ ടാങ്കറുകളെ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കുന്നു. നഗരത്തിൽ വാട്ടർ ടാങ്കുകൾക്കുള്ള ദൈനംദിന ആവശ്യം 20,000 വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. പ്രതിസന്ധിയുടെ കാഠിന്യം ടാങ്കറുകളുടെ ആവശ്യകതയിൽ വലിയ വർധനവിന് കാരണമായി. മെയ് അവസാന വാരത്തിൽ ദിവസേനയുള്ള ബുക്കിംഗുകൾ 15,000 കവിഞ്ഞു. ഇത് ഹൈദരാബാദ് മെട്രോപൊളിറ്റിക്കൽ വാട്ടർ സപ്ലൈ ആൻഡ് സ്വീവേജ് ബോർഡ് പ്രകടിപ്പിച്ച കണക്കുകളെക്കാൾ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കുഴൽ കിണറുകൾ വറ്റുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ടെന്ന് ഇപ്പോൾ HMWS&SB മാനേജിംഗ് ഡയറക്ടർ K. അശോക് റെഡ്ഡി പറഞ്ഞു. സാധാരണയായി ജനുവരി മുതൽ ടാങ്കർ ബുക്കിംഗുകൾ വർദ്ധിച്ചു തുടങ്ങും. നേരത്തെ ഹൈദരാബാദിലുടനീളം 1500 മുതൽ 2000 വരെ ടാങ്കറുകൾ ബുക്കിംഗ് ലഭിച്ചിരുന്നു. എന്നാൽ ഈ വർഷം ഭൂഗർഭ ജലനിരപ്പ് കുറയുകയും കഴിഞ്ഞ 4-5 വർഷത്തിനിടയിൽ ഒരിക്കലും പറ്റാത്ത നിരവധി കുഴൽ കിണറുകൾ വറ്റുകയും ചെയ്തതിനാൽ ആവശ്യകതയിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട് എന്നാണ് പ്രധാനമായും ഇവർ പറയുന്നത്. എന്തായാലും വെള്ളത്തിനായി ആളുകൾ ദാഹിക്കുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമായി മാറുകയാണ് ഹൈദരാബാദുള്ള തെലങ്കാന. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.